ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തേത് ഒരു അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ യാത്രയാണ് കേട്ടോ. അപ്പം തലേന്ന് വൈകുന്നേരം കൺഫേം ആയതിന് ശേഷം പിറ്റേന്ന് ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഒരുങ്ങി ഇറങ്ങി ഒരു യാത്രയാണ് പോകുന്നത്. മറ്റെങ്ങുമല്ല, മധുരയ്ക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മധുരയ്ക്ക് പോകുന്നത് കീർത്തനയ്ക്ക് അവിടെ വെച്ചൊരു സെമിനാറുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പേപ്പർ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം സിന്ധു ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് വരുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴി സിന്ധുവിനെ ഞങ്ങൾക്ക് തൂത്തുക്കുടിയിൽ തൂത്തുമേലൂർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പുണ്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് സിന്ധുവിനെ പിക്ക് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം 9 മണിയോടുകൂടി നമുക്ക് മധുരയ്ക്ക് എത്തണം. സത്യത്തിൽ തൂത്തുക്കുടിയിൽ നിന്ന് മധുര റൂട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവിൻ്റെ കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ച് രാവിലെയും കൂടെ ആയതുകൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും കാണത്തില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പം അന്നുവിനെ രാവിലെ എഴുന്നേൽപ്പിച്ച് പൊക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അന്നു എഴുന്നേറ്റപ്പോൾ ഒന്ന് ഉണർന്നുവെങ്കിലും പിന്നെ അന്നു അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം അന്നുവിനെ മാക്സിമം ഉറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്ന് അന്നുവിനെ കെട്ടിപ്പിടിച്ച് പുതപ്പിച്ചൊക്കെ കിടത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം അന്നു നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ സ്ട്രീറ്റാണ് കേട്ടോ ഇത്. അപ്പം സ്ട്രീറ്റെല്ലാം ഇങ്ങനെ ഉറങ്ങി കിടക്കുകയാണ്, ആരും ഉണർന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതായത് ഇത് തൂത്തിമല്ലൂർ എന്നൊരു സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം അവിടെ നമ്മളെ പാലരുവിയിൽ സിന്ധു ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സിന്ധുവിനെയും കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മണി 6:30 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ സ്പീഡിൽ അങ്ങ് പോകണം. കാരണം നമുക്കൊരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ബൈപ്പാസ് വഴിയൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്നാലും നമുക്ക് അറിയാനൊക്കത്തില്ല എങ്ങനെയൊക്കെ വരുമെന്ന്. തിരക്കും ബ്ലോക്കും ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാനൊക്കത്തില്ല. പിന്നെ മധുര എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു ബ്ലോക്കിൻ്റെ ഓർമ്മയാണല്ലോ വരുന്നത്. അപ്പം ഇപ്പം നമുക്കൊരു 9 മണിക്ക് മുമ്പേ നമുക്ക് അവിടെ എത്തണം, മധുരയിൽ എത്തണം. മധുര ഫാത്തിമ എന്ന് പറഞ്ഞൊരു കോളേജിൽ വെച്ചാണ് ഈ ഒരു സെമിനാർ നടക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതാണ്ട് മധുരയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഹൈവേ ആണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. അപ്പം നമുക്കതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചതിലും നല്ല ഒരു സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ റോഡിൻ്റെ 2 വശത്തുമായിട്ട് നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അത് കുറച്ചൊക്കെ ഇങ്ങനെ പൂവോട് കൂടിയും അല്ലാതെ പൂ ഉണങ്ങി നമുക്ക് അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായ ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുമായിരുന്നു തെങ്കാശി സൈഡിലേക്കാണ് ഒരുപാട് സൂര്യകാന്തി പാടങ്ങളുള്ളതെന്ന്. പക്ഷേ അല്ല, നമുക്ക് ഇപ്പോൾ ഈ പോകുന്ന ഈ മധുര റൂട്ടിലൊക്കെ ഒരുപാട് സൂര്യകാന്തി പാടങ്ങൾ നമുക്കുണ്ട് കേട്ടോ. മിക്കതും വിളവെടുപ്പിൻ്റെ സമയമാണ്. അതായത് പൂവ് എല്ലാം ഇങ്ങനെ പൂവിൻ്റെ ആ ഇതളെല്ലാം പൊഴിഞ്ഞു പോയി ആ ഒരു വിത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ലെവലിലാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മളൊരു ജനുവരി ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല പുഷ്കരമായ സമയമാണ്, പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് മിക്കവാറും റോഡിൻ്റെ ഇരു സൈഡിൽ ഇതുപോലെ വിൻഡ് മില്ലിൻ്റെ ലീഫാണ് കേട്ടോ ഇത്. അപ്പം ഇതിങ്ങനെ ലോറികളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ കൂറ്റനായിട്ടുള്ള ലീഫാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. നമ്മൾ ആദ്യം വിചാരിച്ചത് പ്ലെയിനിൻ്റെ പാർട്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അത് വിൻഡ് മില്ലിൻ്റെ ലീഫായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് നമുക്ക് മധുരയിലേക്ക് ഇനി നമുക്ക് 45 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ പോകാം. ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗേസ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാണ്ട് പാർട്ടിയുടെ എന്തോ പരിപാടി നടന്ന ഒരു മൈതാനവും ഞങ്ങൾ കണ്ടു കേട്ടോ. സ്റ്റാലിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ അവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ എത്രയോ ഏക്കർ റെഡിയാക്കി എടുത്തേക്കുന്ന ഒരു മൈതാനമാണ് കേട്ടോ അത്. അതാണ്ട് ഒരിടത്ത് ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ട് സിന്ധുവും കീർത്തനയും കൂടെ എനിക്കും കൂടെ ചായ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം അവർ വന്നിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഓക്കെ, ഞങ്ങൾ മധുരയിൽ എത്തുന്നതിന് മുൻപ് ഏകദേശം 2-3 ടോൾ ബൂത്ത് കടക്കേണ്ടിയ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ പൈസകളെല്ലാം പോയി കേട്ടോ. ഓരോ സമയത്തും ഓരോ ബൈപ്പാസ് തുടങ്ങുന്ന സമയത്തും ഓരോ ടോൾ ബൂത്ത് ഉണ്ട് കേട്ടോ. അപ്പം കയറാതെ നമുക്ക് മധുരയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അങ്ങനെ ടോൾ ബൂത്തുകൾ താണ്ടിയാണ് കേട്ടോ ഗേസ് ഞങ്ങളുടെ യാത്ര. എൻ്റെ മധുര അടുത്ത് തുടങ്ങി. ഇതുവരെ ഹനയെ നമ്മൾ ഉണർത്തിയിട്ടില്ല കേട്ടോ. മാക്സിമം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കിടത്തിയിരിക്കുകയാണ് കേട്ടോ.
അപ്പം കീർത്തനയും കുഴഞ്ഞു. അവിടെ നിന്ന് ഇവിടം വരെ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിനാണ് വന്നത് കേട്ടോ. അപ്പം സിന്ധു എല്ലാവരും കുഴഞ്ഞിരിക്കുകയാണ്. സിന്ധു നമ്മളെ കൊല്ലത്തു നിന്നേ പുറപ്പെട്ട് വന്നതല്ലേ, ഞങ്ങളിവിടെ വെച്ച് തട്ടിക്കൊണ്ട് വന്നതല്ലേ തൂത്തുക്കുടിയിൽ വെച്ച്. അപ്പം എല്ലാവരും ഒരു ഇച്ചിരി ക്ഷീണിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മധുരയുടെ ആ ഒരു ടൗൺഷിപ്പിലേക്ക് ഞങ്ങൾ കയറി തുടങ്ങി. അപ്പം ഞങ്ങൾ ഗൂഗിൾ ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ കോളേജിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വൈഗാ നദി കണ്ടു തുടങ്ങി കേട്ടോ. ഈ മധുരാ നഗരം എന്ന് പറയുന്നത് വൈഗാ നദിയുടെ തീരത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നാണ്ടെ ദൂരെ നമുക്ക് ആ വലിയൊരു ടൗൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മതിലിൻ്റെയും ആ കെട്ടിടങ്ങളുടെ ഇടയ്ക്ക് വൈഗാ നദിയാണ് കേട്ടോ. നല്ല വീതിയിലാണ് കേട്ടോ വൈഗാ നദി പോകുന്നത്. അപ്പം സത്യത്തിൽ നമ്മളിപ്പോൾ ഈ പോണ സ്ഥലത്തൊക്കെ വൈഗായിൽ വലിയ വെള്ളമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പോകെ അങ്ങ് അറ്റത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് വൈഗാ നദി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു മഴയുള്ള സമയത്തൊക്കെ ഇത് ഇച്ചിരി പണി തരുന്ന നദിയാണെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളപ്പൊക്കത്തിനൊക്കെ സാധ്യതയുള്ളൊരു നദിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. കാരണം പല സ്ഥലത്തും ഇതുപോലെ നദി തുറന്നാണ് കിടക്കുന്നത് റോഡിലേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും റോഡിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഏകദേശം ഞങ്ങൾക്ക് എത്താറാവാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം 9 മണി അടുപ്പിച്ചായതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കണ്ട നിരത്തിലൊക്കെ നല്ല വണ്ടികളും നല്ല ബ്ലോക്കുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളും അവരിൽ ഒരാളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് സ്ഥലം അറിയത്തില്ല. അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഏകദേശം ഈ സൈഡിലോട്ടൊക്കെ ആയി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ആ കാണുന്നത് കോളേജിൻ്റെ വാളാണ് കേട്ടോ. അപ്പം അതാണ് കോളേജ് കണ്ടോ. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ എൻട്രൻസ്. അപ്പം നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പം കോളേജിൻ്റെ പേര് ഫാത്തിമ കോളേജ് എന്നാണ് കേട്ടോ. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വയ്യാതെ ഞങ്ങൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് അവിടെ നിന്നു കേട്ടോ. പിന്നെ ബാക്കിൽ വന്ന വണ്ടികൾ പി അടിച്ചു കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് സാധനം മുമ്പോട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് കോളേജിനകത്തേക്ക് കയറി കേട്ടോ. തൊട്ട് മുമ്പിൽ തന്നെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശിർക്കവും പറക്കവും എന്നും പറഞ്ഞ് ഞങ്ങൾ കോളേജിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി പോയി കീർത്തന എല്ലാം തിരക്കിയിട്ട് വരട്ടെ. അപ്പം ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒരു തണലത്ത് നിന്നിട്ട് ഞങ്ങൾ അനുവിനെ ഞങ്ങളൊന്ന് ഉണർത്താനായിട്ട് പോവുകയാണ്. അനുവിന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കണം, അനുവിനെ പല്ല് തേപ്പിക്കണം, ഒരുപാട് ജോലിയുണ്ട്. അനു ഉണർന്നു കഴിഞ്ഞു കേട്ടോ. എവിടെ വന്നു? അപ്പം സെമിനാർ 10 മണിക്കാണ് ആരംഭിക്കുന്നത്. അപ്പം അതിനൊക്കെ ഞങ്ങൾക്ക് അവർ അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടേതായിട്ടുള്ള ഒരു കോൺവെൻ്റ് ഉണ്ട് ആ കോളേജിൻ്റെ. അത് ആ റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു പോവുകയാണ്. ആദ്യം ഞങ്ങൾ സെക്യൂരിറ്റിക്കാരൻ്റെയൊക്കെ ചോദിച്ചു. അതിനുശേഷം ഞങ്ങളൊരു പോലീസുകാരൻ്റെയൊക്കെയും ചോദിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ആ ഒരു കോൺവെൻറ്റിലേക്ക് ഞങ്ങൾ എത്തിയത്. ഇതാണ് കേട്ടോ ആ ഒരു കോൺവെൻറ്റ്, മരിയ സദനം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വെളിയിൽ ഒരു റൂം എടുക്കാമെന്നാണ്. പക്ഷേ ഇപ്പം ഇത് കോളേജിൻ്റെ അടുക്ക തന്നെ ആയതുകൊണ്ട് കീർത്തനയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഹോസ്റ്റലിലേക്ക്, ഈ ഒരു കോൺവെൻറ്റിലേക്ക് ഞങ്ങൾ റൂം എടുത്തത്. അപ്പം നമ്മൾ പേയ്മെൻ്റൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും സേഫായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു ഹോസ്റ്റൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് കോളേജുകളിലെ കുട്ടികളും എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരിവിടെ നിന്ന് പഠിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു കോൺവെൻ്റ് എന്ന് പറഞ്ഞാൽ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. പഠിക്കാനും നല്ല ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ഒരു കോൺവെൻറ്റ്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ മുറി മുകളിലത്തെ നിലയിൽ തന്നെ കുട്ടികളുടെ കൂടെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ മുറിക്കകത്ത് ഓൾറെഡി 3 കുട്ടികളോടും ഉണ്ട്. അപ്പം മൊത്തത്തിൽ 5 പേരാണ് അവരൊരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഞങ്ങൾക്കല്ല ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ. കാരണം ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്പം കുഞ്ഞിൻ്റെ ബഹളവും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റർബൻസായി തോന്നത്തില്ലേ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് മുറി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സിസ്റ്റർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് റൂം തന്നു കേട്ടോ. അപ്പം ഇത് അവിടുത്തെ ഒരു വലിയ കണ്ണാടിയാണ്. ഇങ്ങനത്തെ വലിയ കണ്ണാടികൾ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് മുടി ചീകാനും ഒരുങ്ങാനും ഒക്കെ അങ്ങനത്തെ കണ്ണാടികൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്നൂനാണെങ്കിൽ വന്ന ഉടനെ വിശപ്പ് തുടങ്ങി. കാരണം ഞങ്ങളിൽ ഫുഡില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിശപ്പാണ്. പിന്നെ ആ ഇരിക്കുന്ന അണ്ടിപ്പരിപ്പൊക്കെ ഞങ്ങൾ ഒപ്പിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
കഞ്ഞിയല്ല, ചോറിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഒഴിച്ച് ഞങ്ങൾ ചൂടുവെള്ളമൊക്കെ ആക്കി കഞ്ഞി പോലെയൊക്കെ കൊടുക്കാനായിട്ട് ഉള്ള ശ്രമമൊക്കെ ആയിരുന്നു അന്നുവിന് കേട്ടോ. കാരണം അന്നുവിന് ഒരു എൻഗേജ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് അന്നു ഭയങ്കരമായിട്ട് ക്ഷീണിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു കേട്ടോ. ചിരിക്കാത്ത എന്താ അന്നുമ്മ? ആ ഇടിയും കൂടെ കൊള്ളും എൻ്റെ ഇന്ന്. അപ്പോൾ രണ്ടാമത് ഞങ്ങൾക്ക് തന്ന മുറി ഇതാണ് കേട്ടോ. അപ്പം ഇതൊരു സെപ്പറേറ്റ് മുറിയാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്തൊരു 5 കട്ടിലും 5 കസേര 5 ടേബിള്, അതായത് 5 കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുറിയാണ് കേട്ടോ ഇത്. അപ്പം ബാത്റൂം എല്ലാം ഇവിടെ കോമൺ ആണ്. അപ്പം ഷെൽഫെല്ലാം ഉണ്ട്, 5 ഷെൽഫ് തന്നെ ഉണ്ട്. കൊള്ളാം, ഫാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇപ്പം വരുന്ന കുട്ടികളാണെങ്കിൽ മെത്തയോ അല്ലെങ്കിൽ വിരിപ്പോ ഒക്കെ നല്ലപോലെ വിരിച്ചിട്ട് കിടന്നാൽ കുഴപ്പമില്ല. അല്ലാതെ ഇതിനകത്ത് കിടക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇച്ചിരി പാടായിരുന്നു കേട്ടോ. വീഴോ? ഇതെവിടെ നമ്മളിത് എവിടെയാണ് വന്നേക്കുന്നത്? മധുരയാണോ എവള് പറയണേ? കുടി കുടി കുടി. വെച്ച് അങ്ങനെ കീർത്തന സെമിനാറിനൊക്കെ പോയിട്ട് വന്നു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾക്ക് വെളിയിൽ നിന്നാണ് കേട്ടോ ഫുഡ് മേടിച്ച് തന്നത്. അപ്പം ഈ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മധുര ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പം എന്തായാലും മധുര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് വണ്ടി കിടപ്പുണ്ട്, അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവുകയാണ്. പൊതുവേ ഇപ്പോൾ എൻ്റെ ആരോഗ്യനില നടപ്പൊന്നും അത്ര അങ്ങ് സെറ്റല്ല, എന്നാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരെല്ലാം കോപ്പറേറ്റ് ചെയ്യുന്ന രീതിക്ക് നിന്നതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ കോൺവെൻറ്റിൻ്റെ പരിസരത്തിൽ കേട്ടോ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ. അപ്പം ഇവർ നേരത്തെ തന്നെ കണ്ടിരുന്നു. അപ്പം ഞങ്ങളത് കാണാനായിട്ട് വീണ്ടും പോയതാണ് കേട്ടോ. 3 മയിലുകൾ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു കോമ്പൗണ്ടിനകത്ത്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ഞാനും അന്നുവും കൂടെ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി സെറ്റപ്പായി ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ മെയിൻ വഴി കൂടെ ഒന്നും ഇത് പോകത്തില്ല കേട്ടോ. അപ്പം കുഞ്ഞം വഴികളിലൂടെയാണ് ഈ ഒരു യാത്ര വന്നത് കേട്ടോ. എങ്കിലും ഞങ്ങൾ കോൺഫിഡൻസ് ആയിരുന്നു, ഞങ്ങളെ മാപ്പ് ചതിക്കത്തില്ല, ഞങ്ങളെ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുക്ക തന്നെ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ പോയത്. അപ്പം ഇനി മെയിനായിട്ട് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാല് വേദനയാണ്, മുട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പം 2 മുട്ടും ഓൾറെഡി ഭയങ്കര പ്രശ്നമാണ്. അപ്പം എനിക്ക് നടക്കാൻ കഴിയത്തില്ല. അപ്പം മാക്സിമം നമ്മൾ അടുത്തെവിടെയെങ്കിലും കൊണ്ടിടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീർത്തന ഇട്ട മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 200 മീറ്റർ മാറിയുള്ള ഏറ്റവും അടുത്തുള്ള അമ്പലത്തിൻ്റെ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു കേട്ടോ. പക്ഷേ അത് ഞങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. മധുര മീനാക്ഷി ക്ഷേത്രത്തിനടുക്ക് ഇങ്ങനെ ഒരു സംഭവം മാപ്പിൽ കാണിക്കുന്ന എല്ലാം ചിലപ്പോൾ ശരിയാവണമെന്നില്ലല്ലോ. പല വൺവേകളിലും ഞങ്ങൾ തെറ്റായിട്ട് കയറി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വന്നു. എന്തായാലും ഞങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് തന്നെ പോവുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് അടഞ്ഞു കിടന്ന കടകൾക്ക് മുമ്പിൽ 2 സമയത്ത് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് നോക്കി കേട്ടോ. അപ്പോൾ വീണ്ടും ഞങ്ങൾക്കൊരു ടെൻഷൻ വന്നു കേട്ടോ. എത്ര ദൂരം നമുക്ക് അമ്പലത്തിലേക്ക് ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ വീണ്ടും എനിക്ക് നടക്കാൻ പാട് വന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും ആ ഒരു ഗൂഗിൾ മാപ്പ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പ് പറയും ഫസ്റ്റ് റൈറ്റ് എന്ന് പറയും. പക്ഷേ ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് 1 വേ ആയിരിക്കും. സത്യത്തിൽ സെക്കൻഡ് റൈറ്റ് ആണ് അതിൻ്റെ ആ ഒരു നമുക്ക് തിരിയേണ്ട സ്ഥലം. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷനുകൾ വന്നു കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒരു ടെൻഷനായിട്ട് വന്നു. അതും ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഒന്നാമത് വൈകുന്നേരം അങ്ങ് സന്ധ്യ ആവാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയൊക്കെ ബഹളം, അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുടെ ബഹളം. അപ്പോൾ അങ്ങനെ ഒരുപാട് ബഹളമുള്ളൊരു സമയമായിരുന്നു കേട്ടോ അത്.
ഒടുവിൽ ഞങ്ങൾ കണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കേട്ടോ ഗെയ്സ്. അപ്പം ഞങ്ങൾ ആ ഒരു റഷായിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പം അവിടെ നിന്ന് വീണ്ടും നമ്മൾ വളരെ ചെറിയൊരു വഴി കൂടെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യണം കണ്ടോ. അപ്പോൾ വളരെ ചെറിയൊരു റോഡാണ്. ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ വരുന്ന ഒരു സമയമാണ്. പക്ഷെ ഞങ്ങളുടെ കീർത്തന സൂപ്പറായിട്ട് വണ്ടി ഓട്ടിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ കീർത്തന സൂപ്പറാണ് കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ കാർ പാർക്കിംഗ് സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്പലത്തിൻ്റെ തന്നെ മൾട്ടി പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ അത്. അപ്പം അത് താഴേക്കാണ് അത് പോകുന്നത്. നമ്മൾ താഴേക്കാണ് പോകുന്നത്. അപ്പം വരുന്ന വണ്ടിയിലുള്ളവർക്ക് വേണമെങ്കിൽ ആളുകളെ അവിടെ ഇറക്കിയിട്ട് പോവാം. വണ്ടി മാത്രം കൊണ്ടുപോയി ഡ്രൈവർ മാത്രം പോയാൽ മതി. അപ്പോൾ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു ഇവരെല്ലാം. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. കാരണം ഞാൻ മുകളിലങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഞാൻ അവസാനം മിസ്സായി പോയാലോ, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞാനും അവരെ കൂടെ തന്നെ പോയി താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് പടിയുണ്ട് കേട്ടോ കയറാനായിട്ട്. അപ്പം 2 സെറ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും മുകളിലത്തെ ആ ഒരു സെക്ഷൻ ആവും കേട്ടോ. അപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വണ്ടിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, മീനാക്ഷി ടെമ്പിളിന് അടുക്കെയുള്ള ഈ ഒരു പാർക്കിംഗ് ഏരിയ ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക. വളരെ സേഫാണ്, വളരെ എളുപ്പമാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനും. നമ്മളിതാ മുകളിലത്തെ ആ ഒരു സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞു. കണ്ടില്ലേ, ആ ഒരു ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ തൊട്ട് ആ ഒരു പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു സ്ട്രീറ്റിലാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അത്ര എളുപ്പത്തിലാണ്, അത്ര അടുത്താണ് കേട്ടോ നമ്മൾ എത്താനായിട്ട് പോകുന്നത്. പക്ഷേ ഗെയ്സ്, എനിക്ക് കുറച്ച് നടന്നപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് കാലുവേദന തുടങ്ങി കേട്ടോ. എനിക്കിങ്ങനെ ഇങ്ങനെ പാദം എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയായി കേട്ടോ. പിന്നെ ഞങ്ങൾ വളരെ പതുക്കെ ആ ഒരു സൈഡെങ്കിലും ഇച്ചിരി നടക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ മധുരയിൽ വന്നിട്ട് മധുരയിൽ കുറച്ചെങ്കിലും ഒന്ന് നടക്കാൻ പറ്റാതായിപ്പോയാലും ഒന്ന് ആലോചിച്ചപ്പോൾ വിഷമമൊക്കെ വന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ വന്നില്ലെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നിട്ട് കുറച്ചൊക്കെ നടന്നിട്ട് അവിടുത്തെ ഒരു ജിഗർദണ്ഡ കടയിൽ കയറി ഞങ്ങൾ ഓരോ ജിഗർദണ്ഡ കഴിച്ചു. പിന്നെ അന്നൂന് ഒരു ഐസ്ക്രീമും മേടിച്ചു കേട്ടോ. ഒരിടവര ഞാനും സാറും വല്ലപ്പോഴെങ്കിലും മധുരയിലേക്ക് വരാറുണ്ടായിരുന്നു. മധുരയിൽ വന്ന് അതിരാവിലെയാണ് ഇവിടെ എത്തുന്നത്. മധുര പാസഞ്ചറിലാണ് നമ്മൾ വരുന്നത് കൊല്ലത്തുനിന്ന്. അപ്പം അതിവിടെ എത്തുമ്പോൾ 5 മണിയാവും. അപ്പോൾ 5 മണിക്ക് വന്നിട്ട് അവിടെ ഒരു AC വെയിറ്റിംഗ് റൂമുണ്ട്. അപ്പോൾ അവിടെ കയറി നമ്മൾ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. സാറ് അമ്പലത്തിൽ കയറത്തില്ല കേട്ടോ. അപ്പോൾ സാറ് വെളിയിൽ എന്നെ കാത്തിരിക്കും. ഞാൻ അകത്ത് കയറി തൊഴുത് കുറച്ച് സമയം എടുക്കും. നമ്മൾ അത്രയും കറങ്ങിയൊക്കെ തൊഴുത് വരാനായിട്ട് ഒരു 7, 7:30, 8 മണിയോളം ആവും ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് സാറ് ഇവിടെ ഇരുന്ന് വായി നോക്കി ഇങ്ങനെ ഇരിക്കും. എന്നെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും. കുറേ നേരം ഇരിക്കുമ്പോൾ ഞാൻ വന്ന് പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ കിടന്ന് കറങ്ങി. ഞങ്ങൾ കടയിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ബിസിനസ് ആവശ്യത്തിനോ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി വാങ്ങിച്ച് ഞങ്ങൾ വൈകുന്നേരത്താണ് കേട്ടോ പിന്നെ തിരിച്ചു പോകുന്നത്. അത്രയും ഞങ്ങൾ കറങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മധുര. വളരെ സന്തോഷം തന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മധുര. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം കേട്ടോ. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നടന്ന് കാണണമെങ്കിൽ കാല് തന്നെ വേണം. നിവർന്ന് നിന്ന് കാണണമെങ്കിൽ നമുക്ക് നടു വേണം. അപ്പം ഇതൊക്കെ നമുക്ക് എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ആസ്വാദ്യകരമായിട്ട് തോന്നൂ, നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നൂ. അല്ലെങ്കിൽ നമുക്കിതൊന്നും നമുക്കൊരു സന്തോഷം തരത്തില്ല. നമുക്കങ്ങ് എപ്പോഴും വേദനയും നമുക്ക് നടക്കാൻ വയ്യെന്ന് ആലോചിക്കുമ്പോൾ ഉള്ള മെൻ്റൽ പ്രഷറും ഒക്കെ കാരണം നമ്മളെപ്പോഴും ഒരു ഡൾ മൂഡിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് കാലുള്ളവരും നടുവുള്ളവരും ഇപ്പോഴേ അതിനെയൊക്കെ സംരക്ഷിച്ചു കൊള്ളുക. കാരണം ഇതൊന്നും ഇല്ലാതാവാൻ കുറച്ച് സമയം മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മധുരയിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ ഫുഡെല്ലാം വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടങ്ങി കേട്ടോ. പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഫുഡ് ഹോസ്റ്റലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. ഉറക്കമൊന്നും അത്ര ശരിയായില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ആ ഒരു ഇരുമ്പ് കട്ടിലല്ലേ, അപ്പം അതിനകത്ത് കിടക്കുന്ന അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മധുരയിലെ ഫസ്റ്റ് ഡേ. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് 2ാമത്തെ ദിവസത്തെ ആ കാഴ്ചകൾ കൂടി കാണാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വ്ളോഗിൽ കാണാം.